അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. ഇന്ന് പുതിയ സൂറത്താണ്, സൂറത്ത് അൽ ഹജ്ജ്. 22ാമത്തെ സൂറത്താണ് നമ്പർ ക്രമത്തിൽ. ഈ സൂറത്തിൽ കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന വിഷയം തൗഹീദാണ്. എല്ലാ സൂറത്തുകളെയും പോലെ തന്നെ തൗഹീദ് വളരെ വിശദീകരിക്കുന്ന ഒരു സൂറത്താണ്. അതോടൊപ്പം തന്നെ ഇസ്ബാത്തുൽ ബഅസ്, ഒരു പുനർജീവനമുണ്ട്, അതിനെ സ്ഥിരപ്പെടുത്തുന്ന ധാരാളം ആയത്തുകൾ ഈ ഒരു സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. തുടക്കം തന്നെ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളേക്കൊരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് നമ്മുടെ തൗഹീദും നാളെ ഒരു പുനർജീവനമുണ്ട് എന്നും ആഖിറവും ഒക്കെ ഓർമ്മപ്പെടുത്താവുന്ന നല്ല ഒരു സൂറത്താണ് സൂറത്ത് ഹജ്ജ്. ഈ ഒരു സൂറത്തിൻ്റെ പ്രത്യേകത, മറ്റ് സൂറത്തുകളിൽ നിന്നൊക്കെയുള്ളൊരു പ്രത്യേകത, ഈ സൂറത്തിൽ 2 സജദകളുണ്ട് എന്നതാണ്. സഹാബികളിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഫضലായി അതിൽ മറ്റ് സൂറത്തുകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകത, 2 സജദകളുണ്ട്. ഒന്ന് 18ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, മറ്റൊന്ന് 77ാമത്തെ ആയത്തിലും ഒരു സജദ കാണാം. 77 എന്ന് പറഞ്ഞാൽ ലാസ്റ്റിക്കെത്തി, അവസാന പേജിൽ കാണാം. 18ാമത്തെ ആയത്തിലും മൊത്തം 2 സജദകൾ അതിൽ നമുക്ക് കാണാം. അതാണ് ഒരു പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അദീം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഒന്നുകൂടെ يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها
وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഖിയാമത്ത് നാളിൻ്റെ ഒരു വല്ലാത്ത ഭീതിജനകമായ അവസ്ഥയെ സംബന്ധിച്ചാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത സാഅത്തി ഷൈഉൻ അദീം, നിശ്ചയമായും ഖിയാമത്ത് നാളിൻ്റെ ആ ഒരു കുലുക്കം, പ്രകമ്പനം, ഷൈഉൻ അദീം, അത് വമ്പിച്ചതാകുന്നു. യൗമ തറൗനഹ, അത് നിങ്ങൾ കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ തൻ്റെ പാല് കൊടുക്കുന്ന കുട്ടിയെ ഉപേക്ഷിക്കും, അതിൻ്റെ വിഷയത്തിൽ അശ്രദ്ധയാവും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, പ്രസവിക്കാനിരിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീ അവർ അവരുടെ ഗർഭം സംഭവിക്കും. വതറന്നാസ സുകാറ, ജനങ്ങളെ മത്ത് പിടിച്ചവരായി നിനക്ക് കാണാം. വമാഹും ബി സുകാറ, എന്നാൽ അവർ മത്ത് പിടിച്ചവരല്ല. വലാകിന്ന അദാബല്ലാഹി ഷദീദ്, പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കഠിനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഖിയാമത്ത് നാളിൻ്റെ ആ ഒരു ഭീതിജനകമായ അവസ്ഥയെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ജനങ്ങളെ എന്ന് വിളിച്ച് അവരോട് സൂക്ഷ്മത കൈപ്പുറത്താനാണ് ആദ്യത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് നമ്മൾ പറയുക. അങ്ങനെ തഖ്വ പുലർത്തിക്കൊണ്ട് ജനങ്ങളെ നിങ്ങൾ ജീവിക്കുക. കാരണം നിങ്ങൾക്കൊരു ഖിയാമത്ത് വരാനുണ്ട്. അതിൻ്റെ ഭയാനകത, ഇന്ന സൽസലത സാഅത്തി ഷൈഉൻ അദീം, അതൊരു വമ്പിച്ച ഇടുക്കമാണ്, പ്രകമ്പനമാണ്, വലിയ ഭീതിജനകമായ അവസ്ഥയാണ്. അന്നത്തെ നമുക്ക് മനസ്സിലാകാവുന്ന ചില ഉദാഹരണങ്ങൾ അതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം കൊണ്ടുവരുന്നു. അന്നത്തെ ദിവസം, ഈ പ്രകമ്പനം കാണുന്ന ദിവസം, അന്ന് തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, ഒരു ചെറിയ കുട്ടിയോട്, മുല കൊടുക്കുന്ന ഒരു കുട്ടിയോട് ഉമ്മാക്കുണ്ടാകുന്നൊരു അടുപ്പം അത് എത്രയോ വലുതാണ്. അതിനെ വിട്ടുപോകാനോ എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിൽ നിന്ന് മാറിപ്പോകാനോ ഒരിക്കലും തയ്യാറാവുകയില്ല. എന്ത് പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും ആ കുട്ടിയെ സംരക്ഷിക്കുവാനും ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് ഒരു ഉമ്മ ആ സമയത്ത് കാര്യമായി ശ്രദ്ധിക്കുക. പക്ഷേ ആ ഉമ്മ വരെ ആ കുട്ടിയെ ഇട്ടോടുന്ന അവസ്ഥയുണ്ടാകും. അതിൻ്റെ കാര്യത്തിൽ അശ്രദ്ധമായി പോകുന്ന അവസ്ഥയുണ്ടാകും. അത്ര ഭയാനകമായിരിക്കും ആ സംഭവം എന്ന് അല്ലാഹു പറയുന്നു. രണ്ടാമതൊരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, അന്ന് വയറ്റിൽ കുട്ടിയുള്ള ഒരു സ്ത്രീ, അവർ ഗർഭിണിയായ സ്ത്രീ പ്രസവിച്ചു പോകും. മാസം തികയാതെ എങ്ങനെയാണോ ആ സ്ത്രീ ഉള്ളത്, ഏത് മാസത്തിലാണോ ഉള്ളത്, ആ മാസത്തിൽ അങ്ങനെ തന്നെ പ്രസവിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അത്ര ഭീതിജനകമാണ് അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നു, വതറന്നാസ സുകാറ, ജനങ്ങളെ അന്ന് മത്തുപിടിച്ചവരായി, അന്തം കെട്ടവരായി, എന്താണ് ചെയ്യുന്നത് എന്നോ പറയുന്നത് എന്നോ അറിയാത്ത രൂപത്തിൽ ആകെ മത്തുപിടിച്ചവരായി നിനക്ക് കാണാൻ കഴിയും. വമാഹും ബി സുകാറ,
അവർ മദ്യം കഴിച്ചോ ലഹരി അടിച്ചോ ഒന്നും അങ്ങനെയായതല്ല. മറിച്ച് വലാകിന്ന അദാബല്ലാഹി ഷദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കഠിനമാണ്. ആ ശിക്ഷയുടെ തുടക്കമാകുന്ന ആ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ, ആ ഒരു പ്രകമ്പനം അവരിലേക്ക് വന്നപ്പോൾ തന്നെ ഇപ്രകാരമാണ് അവരുടെ അവസ്ഥ എങ്കിൽ, ഇതാണ് അവരുടെ അവസ്ഥ എങ്കിൽ അതിനുശേഷമുള്ള പരലോകം വരാനുണ്ട്, അതിനുശേഷം ഒരു നരകം വരാനുണ്ട്. അതിൻ്റെ എത്രയോ നിസാരമായ ചില അടയാളങ്ങളാണ് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷമുള്ളത് അതിലേറെ ഭയാനകമാണ്, അതിലേറെ പേടിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുനരുജ്ജീവനമുണ്ട്, ഒരു ഖിയാമത്ത് നാളുണ്ട്. ഈ മണ്ണിൽ നിന്ന് നമ്മളൊക്കെ മരിച്ചുപോയി നാളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നൊരു ദിവസമുണ്ട്. അത് വളരെ ഭയാനകമാണ് ആ ദിവസം. ആ ദിവസത്തിന് വേണ്ടി ജനങ്ങളെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇബാദത്തുകൾ എടുത്ത് നമസ്കരിച്ച് നോമ്പ് നോറ്റ് സകാത്ത് കൊടുത്ത് സൂക്ഷ്മതകൾ പുലർത്തേണ്ട എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മത പുലർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല വെടിയണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. ആ ഒരു നിർദ്ദേശത്തെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്ത് ഒരിക്കൽ കൂടെ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അദീം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. هذا والله أعلم. صلى الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.